ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2 ദിവസത്തെ വിശേഷങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് 2025 മെയ് മാസം 26-ാം തീയതി. അന്ന് അമാവാസിയാണ്. അമാവാസി തിഥി തുടങ്ങുന്നത് 2025 മെയ് മാസം 26-ാം തീയതി 12:11 മുതൽ 2025 മെയ് മാസം 27-ാം തീയതി രാവിലെ 8:31 വരെയാണ്. അപ്പോൾ രാത്രിയിൽ അമാവാസി ഉള്ള ദിവസം, ആ ദിവസം നമുക്ക് അമാവാസി പ്രീതികരമായ വഴിപാടുകളൊക്കെ ചെയ്യാം. ഇനി രാവിലെയാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഇപ്പോൾ പിതൃപൂജ അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത്, അങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ നടത്തുന്നത് എങ്കിൽ നിങ്ങൾ 27-ാം തീയതി ചൊവ്വാഴ്ച ചെയ്താൽ മതി. പക്ഷേ ഉപവാസം എടുക്കുക, അല്ലെങ്കിൽ വ്രതത്തിലിരിക്കുക, രാത്രിയിലിരുന്ന് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ 26-ാം തീയതിയാണ് ഉത്തമം. രാവിലെ പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലർ ഈ അമാവാസി ദിവസം നമ്മൾ പിതൃപൂജയൊക്കെ ചെയ്യും, തിലഹോമം അങ്ങനെയൊക്കെയുള്ള പൂജകൾ ചെയ്യും. അങ്ങനെയുള്ളവർ 27-ാം തീയതി ചെയ്താൽ മതി. കാരണം 27-ാം തീയതി രാവിലെ ആ സമയത്താണ് അമാവാസി തിഥി ഉള്ളത്. അല്ലെങ്കിൽ രാവിലെ ഒരു 12, തലേ ദിവസമാണെങ്കിൽ 12 മണിക്ക് ശേഷമാണ്, ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്, 12 മണിക്ക് ശേഷമാണ് അമാവാസി തിഥി തുടങ്ങുന്നത്. അപ്പോൾ ഈ 2 ദിവസവും വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. 26-ഉം 27-ഉം പിതൃപൂജകൾ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കാൻ ഒക്കെ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. ഇനി നിങ്ങൾ അതായത് നമ്മൾ ചോറുണ്ടാക്കിയിട്ട്, ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് കാക്കകൾക്ക് ഭക്ഷണമായിട്ട് ഉച്ചയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ വർഷാവർഷം ബലിയിടാൻ സാധിക്കുന്നില്ല, അതല്ലെങ്കിൽ നമ്മൾ അറിയാതെയൊക്കെ നമ്മുടെ മരിച്ചുപോയ പൂർവികരോടൊക്കെ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു മനപ്രയാസമൊക്കെ ചിലപ്പോൾ നമുക്കുണ്ടാകാം അല്ലേ. നമ്മൾ ചിലപ്പോൾ പിണങ്ങിയിരിക്കുകയായിരിക്കും ഒരാളോട്, അയാളങ്ങ് പെട്ടെന്ന് മരിച്ചുപോയി, അപ്പോഴായിരിക്കും നമുക്ക് ഒന്ന് ക്ഷമ പറയണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം ഈ മരണമൊക്കെ സംഭവിക്കുന്നത്. അതൊരു വിഷമമായിട്ടൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. നമ്മുടെ അപ്പൂപ്പനോ അച്ഛനോ അമ്മാവന്മാരോ ഒക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അമാവാസി ദിവസങ്ങളിൽ നിങ്ങൾ ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് അത് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അത് കാക്കകൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് പിതൃപ്രീതിക്ക് വളരെ ഉത്തമമാണ്. പക്ഷേ കാക്ക തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഈ പട്ടിയൊന്നും അങ്ങനെയൊന്നും എടുത്ത് കഴിച്ചുകൂടാ. ഇനി നമുക്ക് പുറത്ത് വെക്കാനായിട്ട് പറ്റുന്നില്ല, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നു, വെളി രാജ്യങ്ങളൊക്കെ താമസിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളക്കിൻ്റെ മുമ്പിൽ ഇലയിട്ട് വിളമ്പിക്കോളൂ. അത് വളരെ വിശേഷമാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിലാർക്കെങ്കിലും അത് കഴിക്കുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നമ്മുടെ ഇഷ്ടം. ഇനി വിളക്കിൻ്റെ മുമ്പിലാണ് നിങ്ങൾ ആഹാരം വിളമ്പുന്നത് എങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു ഫോട്ടോ, അതല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു ഫോട്ടോയോ വിഗ്രഹമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ വിളക്ക് തെളിയിച്ചിട്ട് വിളമ്പുന്നതായിരിക്കും കുറച്ചും കൂടി ഉത്തമം. അത് മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക. രാവിലെ പൂജ ചെയ്യാനാണ്, രാവിലെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ചൊവ്വാഴ്ച ചെയ്താൽ മതി, അതായത് 27-ാം തീയതി. അതല്ല, വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്കാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച ചെയ്യുക. എന്തു തന്നെയായാലും ഈ 2 ദിവസവും നോൺ വെജ് ഒഴിവാക്കി ഒന്നിരിക്കുന്നത് വളരെ വളരെ ശ്രേയസ്കരമാണ്. കാരണം 27-ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ശനീശ്വര ജയന്തിയാണ്. ശനി ഭഗവാന്റെ ജന്മദിനമാണ്. സൂര്യദേവൻ്റെ പുത്രനാണ് ശനി ഭഗവാൻ. ശനി ഭഗവാനെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുകയുള്ളൂ. സാധാരണ ഒരുപാട് ആളുകൾ പറയും, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഫലമൊന്നും ലഭിക്കുന്നില്ല എന്ന്. അതുപോലെ കുട്ടികളാണെങ്കിലും
അവർ നന്നായി കഷ്ടപ്പെട്ട് പഠിക്കും, പക്ഷേ നല്ല മാർക്ക് ലഭിക്കത്തില്ല, പരീക്ഷാ സമയത്ത് കറക്റ്റായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ശനി ഭഗവാനെ പ്രാർത്ഥിക്കണം. ശനി ഭഗവാനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ശനീശ്വര പൂജകൾ നടത്താം. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശനി ഭഗവാന് പ്രത്യേകം അർച്ചനകൾ നടത്താം. ഭഗവാന് ശംഖുപുഷ്പം സമർപ്പിക്കാം. അത് വളരെ വിശേഷമാണ്. നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന ചെയ്യിപ്പിക്കാം. നമ്മൾ നീല ശംഖുപുഷ്പം വീട്ടിൽ നിന്നും കൊണ്ടുപോയിട്ട് അവിടെ കൊടുത്തിട്ട് അർച്ചന ചെയ്യിപ്പിക്കാം. അത് വളരെ വിശേഷമാണ്. ശംഖുപുഷ്പം മാലയായി സമർപ്പിക്കാം. നീല പട്ട് മേടിച്ചു കൊടുക്കാം. അത് വളരെ വിശേഷമാണ്. അതുപോലെ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വഴിപാടായിട്ട് കൊടുക്കാം. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും വെണ്ണയും സമർപ്പിക്കാം. കുങ്കുമാർച്ചന ചെയ്യാം. ചൊവ്വാഴ്ച വന്നിരിക്കുന്നത് കൊണ്ട് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കാം. ഇതൊക്കെ വളരെ വളരെ ശ്രേയസ്കരമാണ് ഈ ചൊവ്വാഴ്ച ദിവസം, അതായത് ശനീശ്വര ജയന്തി ദിവസം. അന്ന് ഏറ്റവും ഉത്തമമായ ദിവസമാണ്. അമാവാസി തിഥി വെളുപ്പിനെ ഉള്ളതുകൊണ്ട് തന്നെ അതും വളരെ വിശേഷമാണ്. പിതൃപൂജ ചെയ്യുന്നതിന് രാവിലെ അതും വളരെ വിശേഷമാണ്. അപ്പോൾ ഈ 26ഉം 27ഉം എന്ന് പറയുന്ന ദിവസങ്ങൾ വളരെ വളരെ ഉത്തമമായ ദിവസങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനായിട്ട് ഇതുപോലെയുള്ള ദേവതകളെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ വളരെ വിശേഷമാണ്. ഇനി കണ്ടകശനി, ഏഴര ശനി, അതുപോലെ ജന്മത്തിൽ ശനി, നമ്മുടെ ജാതകത്തിൽ ശനിദോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ ശനി ഗ്രഹം അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. വീടുപണി നടക്കുന്ന ആളുകൾ, ജോലി അന്വേഷിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അതിലൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനായിട്ട് ശനീശ്വര ദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുക തന്നെ വേണം, എങ്കിലേ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ശനി ഭഗവാന്റെ ജന്മദിനമായ 27-ാം തീയതി ചൊവ്വാഴ്ച ദിവസം ശനി ഭഗവാന് വേണ്ടിയിട്ട് പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നതും അർച്ചന കഴിപ്പിക്കുന്നതും, നമ്മൾ വീട്ടിലിരുന്നാണെങ്കിൽ പോലും നോൺ വെജൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ വീട്ടിൽ നീല ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ ആ ശംഖുപുഷ്പം ശനി ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ നിലവിളക്ക് തെളിയിക്കുമ്പം ആ നിലവിളക്കിൻ്റെ ചുവട്ടിലേക്ക് ശനി ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഓം ശനീശ്വരായ നമ എന്ന് 108 തവണ ജപിച്ചുകൊണ്ട് ഈ പൂക്കൾ നമുക്ക് സമർപ്പിക്കാം. അതും വളരെ വിശേഷമാണ്. അപ്പം നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അതനുസരിച്ചിട്ട് ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക, നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനായിട്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കൊക്കെ നല്ല ഫലസിദ്ധി നിങ്ങൾക്ക് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാമജപം അത് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കുക. നിങ്ങൾ തിലഹോമം പോലെയുള്ള കാര്യങ്ങളൊക്കെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ചൊവ്വാഴ്ച നടത്തിയാൽ മതി. കാരണം ചൊവ്വാഴ്ച ദിവസമാണ് രാവിലെ അമാവാസി ഉള്ളത്. അപ്പോൾ ഈ 2 ദിവസങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച രാത്രിയിൽ കൂടുതൽ സമയമിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക, പിതൃക്കളെ ഓർക്കുക, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ചൊവ്വാഴ്ചയാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക. അമാവാസി വ്രതമായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. വ്രതമെടുത്ത് എല്ലാ പൗർണമിയും അമാവാസിയും ഒക്കെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അവർ വ്രതമെടുക്കേണ്ടത് 26-ാം തീയതിയാണ്. 27-ാം തീയതിയും ശുദ്ധാഹാരത്തിൽ തന്നെ ഇരിക്കുക, നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.